ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂഷൻ ക്യാമ്പിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ +2 വാല്യൂഷൻ ക്യാമ്പിലും SSLC വാല്യൂഷൻ ക്യാമ്പിലും നടന്ന ടീച്ചേഴ്സിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടു. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ സന്തോഷകരമായിട്ടാണ് ഇരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂഷനിലെല്ലാം അവർ നല്ല നല്ല പേപ്പേഴ്സിലാണ് ചെക്ക് ചെയ്തെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർക്കൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് A+ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവരെല്ലാം എഴുതിനെല്ലാം നല്ല വൃത്തി മാർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റി. പക്ഷേ A+ എത്താൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആ കുട്ടി അറ്റൻഡ് ചെയ്തില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം ആ കുട്ടിക്ക് ടീച്ചേഴ്സ് എത്ര വിചാരിച്ചാലും എത്ര മാർക്ക് കൂട്ടിയിട്ട് കൊടുത്താലും A+ എത്താൻ പറ്റാത്തൊരവസ്ഥ. അതായത് അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രം. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെ വന്നാലും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വിടുക. കാരണം നിങ്ങൾക്ക് സപ്പോസ് ടീച്ചേഴ്സ് പാവമാണെങ്കിൽ അവരെന്തായാലും മാർക്കറ്റ് ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആൻസർ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ വേറെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒക്കെ കുറച്ച് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ ടീച്ചേഴ്സ് സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലൊക്കെ അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമെന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞത്. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ സഹായങ്ങളെല്ലാം ടീച്ചേഴ്സ് ചെയ്യാം. പിന്നെ അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മാർക്ക് ഇട്ട് കൊടുക്കാനും ടീച്ചേഴ്സിന് സാധിക്കും. ഇതെല്ലാം വാല്യൂഷൻ ക്യാമ്പിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിലവിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വഴിയെ തന്നെ ഓരോ കാര്യങ്ങൾ വീണ്ടും അറിയിക്കാം. എനിക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും ഞാൻ വന്ന് പറയാം. ഒരു കൂട്ടുകാരൻ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പറയുന്ന എല്ലാം ഉടായിപ്പാണ്, എനിക്ക് പൈസ ഉണ്ടാക്കുന്നതാണോ ഇല്ലെന്നുള്ള ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ കാണുമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മുമ്പൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് റവന്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു റവന്യൂ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഓരോ ഇൻഫർമേഷൻസും ഞാൻ ഇവിടെ വന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അന്വേഷിച്ച് കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വെറുതെ വന്നിരുന്നിട്ട് ചുമ്മാ വായത്തോളം അടിച്ചിട്ട് പോകണമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ സഹോദര. അപ്പോൾ ഇത്രയും വീഡിയോ, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതിലേക്കും ബൈ.